എന്നോട് ചോദിക്കും, ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത നേരം ഒരു വീട് വെക്കാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിൽ സാധാരണ ആളുകളെ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഫാമിലി, കല്യാണം, കുട്ടി, വീട്, അതൊന്നും അല്ലാണ്ട് ഈ സിനിമ ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരിതിനു വേണ്ടി എങ്ങനെ ഇറങ്ങി തിരിച്ചു? എന്ത് ധൈര്യമാണത്? അതെ അതെ, തണ്ണീർമത്തന്റെ ടീച്ചറായിട്ട് ക്യാരക്ടറാണ്. കുറച്ച് കൊള്ളാവുന്ന രീതിയിൽ ആളുകൾ കണ്ട സിനിമ, അതുകൊണ്ട് അതെല്ലായ്പ്പോഴും ചോദിക്കും. ഇത് ശരിക്ക് എന്റെ അനിയത്തിയാണ് ഈ സിനിമയിലെ അമ്മയാണ്. അത് എന്റെ പേര് ദർശന. മിഠായി, ചോക്ലേറ്റ്സ് അതിനൊക്കെ പകരം നമ്മള് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബുക്സോ പസിൽസോ. അപ്പൊ പസിൽസ് ഒക്കെ അവള് ഈസി ആയിട്ട് സോൾവ് ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിൽ തന്നെ അവള് മാപ്പ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ 195 കൺട്രീസിന്റെ മൊത്തം ഫ്ലാഗ് അവൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ അവൾ ഈസി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാണ്ട് അവൾ സ്വന്തം അവളെ കണ്ടെത്തട്ടെ. ബട്ടർഫ്ലൈ ഗേൾ 85 ഇതിലെ ബട്ടർഫ്ലൈ ഗേളും ഇൻട്രോഡ്യൂസ് ചെയ്തോ? അറിയാം എന്ന് വിചാരിക്കുന്നു, നമ്മൾക്ക് പരിചയമുള്ളതുകൊണ്ട്. പേര് ശ്രീധന്യ വിശ്വനാഥ്. നല്ല വ്യത്യാസമുണ്ട്. പേര് ശ്രീധന്യ വിശ്വനാഥ്. ഞാനൊരു 15-16 വർഷമായിട്ട് സിനിമ തന്നെയാണ് ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. ഇപ്പൊ അതെ അതെ, തണ്ണീർമത്തന്റെ ടീച്ചറായിട്ട് ക്യാരക്ടറാണ്. കുറച്ച് കൊള്ളാവുന്ന രീതിയിൽ ആളുകൾ കണ്ട സിനിമ, അതുകൊണ്ട് അതെല്ലായ്പ്പോഴും ചോദിക്കും. അതിലും പിന്നെ കുറച്ച് സിമിലർ ആയിട്ടുണ്ട് ഞാൻ. ബട്ടർഫ്ലൈ ഗേളുമായിട്ട് ഒത്തിരി വ്യത്യാസമാണ്. അതെ അതെ, ഒരു പ്രൊട്ടഗോണിസ്റ്റ് എന്ന രീതിയിൽ ഫസ്റ്റ് മൂവിയാണ്. ഇത് ശരിക്ക് എന്റെ അനിയത്തിയാണ് ഈ സിനിമയിലെ അമ്മയാണ്. അത് എന്റെ പേര് ദർശന. മോളേനെയാണ് ചൂസ് ചെയ്തത്. അതങ്ങനെ മോളേനായിട്ട് ഞാൻ വന്നു, നാട്ടിൽ വന്നു. മകളാണ്, ഇഷികയിലാണ്. അപ്പൊ അവിടെ നിന്ന് വന്നപ്പം ഇവർ രണ്ടും കൂടിയാണല്ലോ വരുന്നേ. അപ്പൊ വന്നപ്പോ ആണ് ആലോചിച്ചത്, ഫ്ലാഷ് ബാക്കിൽ ഒരു അമ്മയുടെ അത് ചെയ്യാനുണ്ട്. തിരുപ്പൂരാണ് ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്ത്. അപ്പോ എന്നൊക്കെ ഇങ്ങനെ മോളാണെങ്കിലും കംഫർട്ടായിട്ടൊന്നും കൂടി നമ്മളെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ആക്ട് ചെയ്യണ്ടൊന്നും വന്നിട്ടില്ല. ആ ഒരു തോട്ട് മനസ്സിൽ വന്നിട്ടില്ല. അമ്മയായിട്ട് പറഞ്ഞു. പിന്നെ പ്രശാന്ത് ഏട്ടൻ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞു. ഓക്കെ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഒന്നും വർക്ക് ചെയ്യാൻ അങ്ങനൊന്നും വേണ്ടി വന്നില്ല. സിമ്പിളായി പോയി. അത് പ്രശാന്തിന്റെ ഐഡിയ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുട്ടികളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, കുട്ടിക്കാലം ചെയ്യാൻ. അന്നേരത്തെ കുട്ടിയുടെ ഏജ് പറഞ്ഞ അത് ഇതിന് സെക്കൻഡ് കോവിഡ് കഴിഞ്ഞ് മൊത്തത്തിൽ ഓപ്പൺ ആവുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തു സിനിമ, കാരണം കൊച്ചിനെ അന്വേഷിച്ച് കിട്ടാതെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിങ്ങിണി എന്ന് വിളിക്കുക, അവളെ ഇഷിക, അവളുടെ ലാൻഡ് ചെയ്തത്. അപ്പോ എവിടെയൊക്കെയോ എന്റെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും പറയാൻ അത് നമ്മൾ ഈ കോവിഡിന്റെ സമയം അവൾക്കൊരു 2.5 years ആയ സമയം 19. അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ഇവൾക്ക് ടോയ്സ് കൊടുക്കുന്ന ആവശ്യത്തിന് കൊടുക്കും. പിന്നെ അതുപോലെ മിഠായി, ചോക്ലേറ്റ്സ് അതിനൊക്കെ പകരം നമ്മള് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബുക്സോ പസിൽസോ. അപ്പൊ പസിൽസ് ഒക്കെ അവള് ഈസി ആയിട്ട് സോൾവ് ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിൽ തന്നെ അവള് മാപ്പ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ 195 കൺട്രീസിന്റെ മൊത്തം ഫ്ലാഗ് അവൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ അവള് ഈസി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അവള് ക്യാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അവള് എന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് കുറവായിരുന്നു. അവൾക്ക് ബേസിക് ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാൽ അവള് അല്ല ഒരു 2.5 years മുതൽ നമ്മൾക്ക് അത് മനസ്സിലായി. പിന്നെ അവള് വേഗം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പോ പിന്നെ എനിക്കും ഒരു ടിപ്പിക്കൽ പാരന്റിങ് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നാണെങ്കിലും
നമ്മൾ മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് അവൾക്ക്, പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരും ചേച്ചി എല്ലാവരും പറഞ്ഞു നമുക്ക് ഹോം സ്കൂളിങ് കൊടുത്തു നോക്കാം. അപ്പൊ ആ സമയത്താണ് എനിക്ക് ഹോം സ്കൂളിങ്ങിനെ കുറിച്ചിട്ട്, നോർമൽ സ്കൂളിംഗ് അല്ലാണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. ഇല്ല. അപ്പൊ ഇത് ഞാൻ അങ്ങനെ കൂടുതൽ ഗവേഷണം അതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ എന്നും സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അവിടുത്തെ കാര്യങ്ങൾ ടീച്ചേഴ്സ് നോക്കി അങ്ങനെ അല്ലാണ്ട് നമ്മൾക്ക് ഇവർക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ജോലിയും നമ്മുടെ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുമ്പോൾ അത് ഒരു കുട്ടീനെ ഒരു ആസ് എ പേഴ്സൺ എൻ്റെ അണ്ടറിൽ വരേണ്ട ഒരാളല്ല, ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിനുള്ള എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് ആ ഒരു സ്പേസ് അവൾക്ക് എന്നും അത് ഞാൻ കൊടുക്കണ്ടല്ലോ. എൻ്റെ മകളാണെന്ന് കരുതിയിട്ട് എൻ്റെ ഒരു പറഞ്ഞാൽ അതല്ലല്ലോ, അവളൊരു സ്പെഷ്യൽ, അവർ സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ ആണ്. ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് അവൾക്ക് കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് വളരാണ്ട് അവളെ ഇഷ്ടത്തിന് വളരണം. അവളെ തിരിച്ചറിയണം. ഇല്ല പോയിട്ടില്ല. അവളെ തിരിച്ചറിയട്ടെ വിചാരിച്ചു. ഇപ്പോൾ 8 വയസ്സ്. അപ്പൊ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാണ്ട് അവൾ സ്വന്തം അവളെ കണ്ടെത്തട്ടെ, അവളുടെ കഴിവുകൾ എന്താന്നും നമ്മളുടെ സഹായം തേടി. അതെ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് തീരെ ഇഷ്ടമല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നത്, പ്രത്യേകിച്ച് LKG UKG. വലിയൊരു ബാഗ് കൊടുത്ത് 7 മണി 6 മണിക്ക് എണീറ്റ് കുളിച്ച് എന്തിനത്ര ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അതിന് നമ്മൾ വേറെ ആക്ടിവിറ്റീസ് വയ്ക്കുന്നുണ്ട്. ഇപ്പം കരാട്ടെ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അവിടെയൊക്കെ ഈ ഏജില് അവള് പഠിക്കുന്നത് അവൾക്ക് അവള് റീഡ് ചെയ്യും. ഇല്ല, സിലബസ് ഫോളോ ചെയ്യില്ല. പ്രിപ്പയർ ചെയ്തൊരു സിലബസിലാണ്. ഇല്ല, അത് എന്താ വെച്ചാല് എങ്ങനെയൊക്കെ വിദ്യാഭ്യാസം ആണെങ്കിൽ കൂടെ അതൊരു ബിസിനസ് ആണ് ഒരു സൈഡില്. അത് നമുക്ക് ഒരിക്കലും അല്ലാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി ഇല്ലാണ്ട് പഠിച്ചവർ തന്നെ ജീവിക്കുന്നില്ലേ. പിന്നെ ഒരു പ്രഷറൈസ്ഡ് ലൈഫ് അല്ലാണ്ട് അവള് ഒരു സമയങ്ങളിൽ എന്താണോ ആഗ്രഹം ചെയ്യുന്നത് അവൾ അത് ചെയ്യട്ടെ. നമ്മളിപ്പോ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടും നല്ല ജോലിയിൽ പോകുന്നില്ലല്ലോ. അതെ, നമ്മൾ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണ്ട, അവള് ജീവിക്കാൻ പഠിച്ചോട്ടെ. അവള് ലൈഫ് എൻജോയ് ചെയ്ത് അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് തോന്നുന്ന കാര്യങ്ങള് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാണ്ട് എങ്ങനെയാണെങ്കിലും അവള് ജീവിച്ചോട്ടെ. അവളെ സ്വന്തമായിട്ട് പിന്നെ പാരന്റ്സ് സ്വയം ചെയ്യട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യാ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ബാക്കി നീ പോ. അവള് ഇപ്പോഴും അവളുടെ ഡിസിഷൻസ് എല്ലാം അവളെ കൊണ്ട് എടുപ്പിക്കും, ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട്. അപ്പോ റിഗ്രറ്റ് ആണെങ്കിലും അവൾ അത് കൂടെ കടന്നു പോട്ടെ. ഇനി നല്ലതാണെങ്കിൽ അത് അവൾക്കൊരു സ്ട്രെങ്ത് കൊടുത്ത് അവൾ മുന്നോട്ട് പോട്ടെ. അങ്ങനെ പിന്നെ അവൾ റീഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വായിക്കും. ബാക്കി കാര്യങ്ങളും സയൻസ് ആണെങ്കിലും അവൾക്ക് ഇഷ്ടമുണ്ട്. ഇനി അവൾക്ക് സയൻസുമായിട്ടാണ് ഇമ്പോർട്ടന്റ് വെച്ചാല് തീർച്ചയായിട്ടും നമുക്ക് സ്കൂളിംഗ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു 8th or 10th അതിന്റെ തുല്യത എക്സാം എഴുതിയിട്ട് അവൾ അങ്ങനെ പോട്ടെ. ഈക്വലന്റ് എക്സാം എഴുതാം. അതെ, നമുക്ക് തിരിച്ചു വരാം. എനിക്ക് അറിയാത്തൊരു കാര്യമാണ് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. ബട്ടർഫ്ലൈകൾ കുറെ ഫെസ്റ്റിവൽസിലൊക്കെ പോയി നടിക്കുള്ള കുറെ അവാർഡൊക്കെ കിട്ടി. അത് ഫെസ്റ്റിവൽസിൽ മാത്രം ഒതുങ്ങിയിരുന്ന സിനിമയായിരുന്നു. ഇനിയിപ്പോ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതെ, അത് ആക്ച്വലി അങ്ങനെയല്ല അതിനെ പറയേണ്ടത്. ഒരു ഫെസ്റ്റിവൽ മൂവി അല്ല, ആ കോണ്ടന്റ് അത് ഡിസേർവ് ചെയ്യുന്നതുകൊണ്ട്. ഇല്ല അതെ 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 ഇതിപ്പം ആ കോണ്ടന്റ് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഫെസ്റ്റിവലിന് അയക്കാം എന്നൊരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫെസ്റ്റിവലുകളിലൊക്കെ നമ്മളെയൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടി. ഒരു 48 അവാർഡ്സ് വന്നു. ബെസ്റ്റ് മൂവിക്ക് ഒത്തിരി കിട്ടി. എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഒരു 8 അവാർഡ് കിട്ടി. ഡയറക്ടറിന് ഒരു 5 അവാർഡ് വന്നു, എഡിറ്ററിന് വന്നു, അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ നായിക എന്നൊന്നും പറയരുത്. ആ ക്യാരക്ടർ ചെയ്യാൻ തീരുമാനം എടുത്തത് അതെന്താന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് അതിന്റെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഞങ്ങൾ മൊത്തം ഓൾ ക്രൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സെക്കൻഡ് കോവിഡ് വന്നത്. അതൊരു പെർട്ടിക്കുലർ ഒരു പ്ലേസ് വെച്ചിട്ട് നടക്കേണ്ടതായിരുന്നു. ആ ലൊക്കേഷൻ ആ സമയത്ത് പിന്നെ കിട്ടാണ്ടായി. അത് ജയസൂര്യയൊക്കെ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അത് അങ്ങനെ നീങ്ങിപ്പോയി. അപ്പൊ അസംബിൾ ചെയ്ത ടെക്നീഷ്യന്മാർ എല്ലാവരും വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി ഉണ്ട്, അത് പോവണ്ടെന്ന് വെച്ചിട്ട് എല്ലാവർക്കും തന്നെ അഡ്വാൻസും പോയതായിരുന്നു. എന്നാൽ ഈ ഒരു ലിമിറ്റേഷൻ അകത്തുനിന്ന് ചെറുതൊന്നും ചെയ്യാന്ന് വെച്ചിട്ടാണ് പ്രശാന്തിന്റെ ഈ ഒരു സബ്ജക്റ്റ് പറയുന്നത്.
ഇത് കേട്ടപ്പോൾ തന്നെ ഇത് എല്ലാവരും അറിയണ്ട കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് തോന്നി. എന്നാൽ നമുക്കിത് ചെയ്താലോ എന്ന് വെച്ച് ചെറിയതായിട്ട് തുടങ്ങി വലിയതായി വന്നു. അതുണ്ടായത്. പിന്നെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ആ കോണ്ടന്റ് ആ ടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഫെസ്റ്റിവലിൽ പോയത്. ഇതും ആക്ച്വലി പാട്ടും അത്യാവശ്യം സ്പീഡും ഒക്കെയുള്ള ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്. അതെ അതെ ഈ തണ്ണീർമത്തന്റെ ടീച്ചർ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ അതെ തണ്ണീർമത്തൻ ചെയ്യുമ്പോ എല്ലാവരും പുതുമുളക് അതെ ഒക്കെ താരങ്ങളാണ്. അതെ അപ്പൊ അതെങ്ങനെ ഓർക്കും അവരുടെ ഒരു ജേണി ഇതുവരെ മാറ്റിയും ഉറപ്പായിട്ടും എല്ലാരും എല്ലാവരും പുതിയതായിരുന്നു. ഞാനും പുതിയതായിരുന്നു താരതമ്യേന. ഇവരെല്ലാരായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത്ര അധികം ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരുമായിട്ടും നല്ല ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ നല്ല സക്സസ് ആയതുകൊണ്ട് തിയേറ്റർ വിസിറ്റും ഒക്കെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ കുറച്ചധികം ഇതുണ്ടായി. ഇപ്പൊ കാണുമ്പോ ഒക്കെ സംസാരിക്കും. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവര് റീച്ചബിൾ ആണ്. അതെ എല്ലാവരും ഗിരീഷ് ആയാലും അനശ്വരി ആയാലും മാത്യു ആയാലും ഒക്കെ എല്ലാവരും അതിലുള്ള മിക്കവാറും തന്നെ എല്ലാവരും ആയിട്ട് നല്ല ബന്ധം തന്നെയാണ്. എന്നും അങ്ങനെ ആരുമായിട്ടും നമുക്ക് ബന്ധമില്ല. പക്ഷെ ആവശ്യങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. റെസ്പോണ്ട് ചെയ്യും. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സംസാരിക്കും. ലാൽബാഗിനകത്ത് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ OTT റിലീസ് ആയിട്ടാണ് പറഞ്ഞത്. അതെ അതെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. തിയേറ്ററിൽ ജസ്റ്റ് ഒരു സോഫ്റ്റ് അത് പക്ക OTTക്ക് വേണ്ടി മാത്രം ചെയ്ത മൂവി ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഇതുപോലെ എന്തൊക്കെയോ ഇത് കാരണം അത് തിയേറ്ററിൽ വന്നു. എന്നിട്ട് തന്നെയാണ് സി എടുത്തിട്ടാണ് റിലീസായത്. ഇപ്പൊ എന്തായാലും ഇതിന്റെ പോസ്റ്റർ കാണുമ്പോ നമുക്ക് ഇപ്പോഴും പ്രേക്ഷകർ, ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, പ്രേക്ഷകർക്ക് സിനിമ അറിയില്ല. എന്താണ് ഇപ്പൊ പറയാൻ പറ്റുന്നത്? മാർച്ച് 6 നമ്മുടെ സിനിമ ഇറങ്ങുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി വരുന്ന ഒരു ലേഡിയാണ്. ആ ലേഡി അവരുടെ ചൈൽഡ്ഹുഡില് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ട്രോമ അവരെ ഏതൊരു ഏജിനും കൊണ്ടുപോകും. അതങ്ങനെ ക്യാരി ചെയ്ത് പോകുന്നതും അവർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അത് ഓവർകം ചെയ്യുന്നതാണ്. അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം ഏതാ സ്ത്രീപക്ഷ സിനിമ? അയ്യോ ഇല്ല ഞാന് അങ്ങനെയുള്ള ഒരു അല്ലല്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ സ്ത്രീപക്ഷം പുരുഷപക്ഷം ഒന്നുമില്ല. നമ്മളെ ഒരു വീട്ടിലെല്ലാവരും ജീവിക്കുന്നില്ലേ? അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ടുള്ളതല്ലേ നമ്മുടെ ഫാമിലി, നമ്മുടെ സമൂഹം അങ്ങനെയല്ലേ. അപ്പൊ അതിനെങ്ങനെ മാറ്റി നിർത്താൻ പറ്റുക? എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. ഇത് എല്ലാവരും കാണേണ്ടതാ. ഞാൻ നേരത്തെയും പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എന്നെ അഫക്റ്റ് ചെയ്യും, അമ്മയ്ക്ക് വന്നാൽ എന്നെ അഫക്റ്റ് ചെയ്യും, എനിക്ക് വന്നാൽ എൻ്റെ അച്ഛനെ അഫക്റ്റ് ചെയ്യും. അതല്ലേ സമൂഹം? ഈ ഒരു കുടുംബം അല്ലേ അങ്ങനെ സമൂഹമായി മാറുന്നത്. അപ്പോ ഒരാളല്ല, ഇത് സമൂഹത്തിന് മൊത്തത്തില് എവറി സെക്കൻഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് ഈ മനുഷ്യനായി പറഞ്ഞ എല്ലാവരും അവെയർ ആവേണ്ടതാണ്. അത് വന്ന് അതുകൊണ്ട് നമ്മുടെ എന്ത് തന്നെ ആയാലും ലൈഫിലൊരു ബ്ലോക്ക് വന്ന് അവിടെ വെച്ച് നമ്മുടെ ലൈഫ് അവസാനിക്കുന്നില്ല. അതിനെ അപ്പോഴേ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവേണ്ടത്. അതല്ലാണ്ട് അവിടെ വെച്ച് തളർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഉറപ്പായിട്ടും തിരിച്ചറിവ് കണ്ടിറങ്ങുന്ന ഏതൊരാളുടെ ഉള്ളിലും, ഈ ആണോ പെണ്ണോ വ്യത്യാസമില്ല, എല്ലാവരും ഫേസ് ചെയ്ത പല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ എനിക്കും വേണം ഇങ്ങനെ ഒരു മാറ്റം എന്ന് ഉറപ്പായിട്ടും പറയാം. തോന്നും. നമുക്ക് അറിയില്ലല്ലോ പലരുടെയും ലൈഫില് ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാ കടന്നു പോയെന്ന്. എല്ലാവരും ആ ഒരു കടന്ന് നമ്മളങ്ങനെ അപ്പോ അവർക്കൊക്കെ ഒരു തിരിഞ്ഞുനോട്ടാവാം. ചിലപ്പോ ഇനിയും മുന്നോട്ട് ചിലപ്പോ ചില ബ്ലോക്കുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതിന്നൊക്കെ മുന്നോട്ട് കടക്കണം. ഇനിയും ലൈഫ് മുന്നിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ സഹായിക്കും. നമ്മൾ സ്വയം തീരുമാനിച്ചാലാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴി തുറക്കുള്ളൂ. അതിന് എത്ര ബാക്കപ്പ് ആളുകൾ ഉണ്ടായിട്ടോ സപ്പോർട്ട് ഉണ്ടായിട്ടോ കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫയർ വരണം. അത് സിനിമ കാണുമ്പോൾ കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടെടുത്തോളം ഒരു പ്രേക്ഷക എന്ന നിലയിൽ കണ്ടിട്ട് അങ്ങനെയുണ്ട്. അതെ അതെ ശരിക്കുള്ള സാധാരണ ഇവിടുത്തെ അതെ ഓഡിയൻസിന് കാണണം. ഒരു ചോദ്യം വരും, ഡയറക്ടറോട് ചോദിക്കട്ടോ. ഡയറക്ടറുടെ കഴിഞ്ഞ 2 ലാൽബാഗും
അതിന് മുമ്പ് പൈസ മേക്കർ അതെ നായിക. അതെ ഇതിന് മുന്നേ കാസ്റ്റ് ചെയ്തത് തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. തിരിച്ചു പഠിച്ചു. അല്ല അതുകൊണ്ടാണ് പ്രൊഡ്യൂസറായി. അല്ല 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 അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയതല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സിനിമ നമ്മൾ ചെയ്ത് അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഷൂട്ട് ഡേറ്റ് വരെ തീരുമാനിച്ചതായിരുന്നു. അപ്പൊ അവിടെ അത് മാറിപ്പോയി. പെട്ടെന്ന് നമ്മുടെ ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ കാരണം ജയേട്ടനെ പോലത്തേക്ക് ഒരാളുള്ള ഒരു സിനിമയിൽ നിന്ന് ചെറിയൊരു സിനിമയിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിക്ക് ചെറുതായിട്ട് ഒരെണ്ണം ചെയ്യാം എന്നൊരു പ്ലാനിൽ വരുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റ് ആണല്ലോ, എനിക്ക് അഭിനയിക്കണല്ലോ, എൻ്റെ ആഗ്രഹം അതാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങോട്ട് നടന്നു. ഇതായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നേ, അങ്ങനെ സംഭവിച്ചു. മാർച്ച് 6 വരെ വെയിറ്റ് ചെയ്യാം. അതെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും മാക്സിമം, കാരണം എനിക്ക് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സിനിമയെ തന്നെയാണ് ലൈഫ്. കാരണം ഞാനിപ്പം എടുത്തു പറയാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും, ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത നേരം ഒരു വീട് വെക്കാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിൽ സാധാരണ ആളുകളെ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഫാമിലി, കല്യാണം, കുട്ടി, വീട്, അതൊന്നും അല്ലാണ്ട് ഈ സിനിമ ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരിതിനു വേണ്ടി എങ്ങനെ ഇറങ്ങി തിരിച്ചു? എന്ത് ധൈര്യമാണ് അത്? ഓരോ ആളുകൾക്ക് ഓരോ സംതൃപ്തി, ഓരോ സന്തോഷം, ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ എന്റെ സന്തോഷം ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നു. അതിനുവേണ്ടി എടുത്തതൊരു റിസ്ക് ആണേലും ആ ഒരു ഇതിൽ ഞാൻ ഓക്കെയാണ്. അപ്പം പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തേണ്ടതും കൂടെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടതും എൻ്റെ പ്രേക്ഷകർ കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഇനി ഇവിടെ നിൽക്കണോ പോണോന്ന്. കാത്തിരിക്കാം. താങ്ക് യു.